അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. അവിടെ നമ്മൾ പ്രിയാമ്പിൾ ആമുഖം എന്താണെന്ന് കണ്ടു, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്ന് കണ്ടു, എന്തുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്നവിറ്റബിൾ ആണെന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടു, ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 പോയിന്റ്സ് അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പം നമ്മൾ ഓരോ പോയിന്റ്സിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് പോയിന്റ്, റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിന് വേണ്ടിയിട്ടുള്ള അവകാശം. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ ബോക്സ് നോക്കാം. ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഫോർ ഡെമോളിഷിംഗ് ദി കാസ്റ്റ് ഫോർട്ട് ഇൻ മധ്യമപുരം വില്ലേജ്. അതായത് കാസ്റ്റ്, ജാതികളുടെ പേരിലുള്ള ആ ഒരു മതിലിനെ തകർക്കുക, ആ ഒരു വില്ലേജിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഡൽഹി എന്നാണ് ഇത് റിപ്പോർട്ട്, ഇതൊരു ന്യൂസ് ക്ലിപ്പ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൽഹി എന്നെല്ലാം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വേരിയസ് ഹ്യൂമൻ റൈറ്റ് അസോസിയേഷൻസ് urged the government to demolish the walls in North India village of Madhyapuram, which was constructed to prevent the entry of Dalit section in the residential area of the upper caste people. അതായത് വളരെ നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടകരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്, കാസ്റ്റിന്റെ പേരിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു മതിൽ കെട്ടി ഈ താഴ്ന്ന ജാതിക്കാരെ പ്രിവെന്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊരു കഷ്ടം, എന്തൊരു ശോചനീയമായ ഒരു അവസ്ഥയല്ലേ. കാരണം നമ്മളെല്ലാവരും സമത്വം ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഈ ഒരു ജാതിയുടെ പേരിലായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തുന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ. അത് അന്ന് ആ ഒരു കാലത്തുള്ള ആൾക്കാരുടെ കുറെ ചിന്താഗതികളും കാഴ്ചപ്പാടുകളും ഒക്കെ കൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണാനുള്ള ആ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാക്കിയെടുക്കണം അല്ലേ. കാരണം എന്തായാലും നമ്മളെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്, മനുഷ്യരാണ്. അപ്പൊ നമ്മൾ എന്തിനാ മനുഷ്യരുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരു വിവേചനം കൊണ്ടുപോകുന്നത്? നമുക്ക് ബാക്കി നോക്കാം. The discrimination in Madhyapuram are not confined to caste alone. Denial of entry for women in streets and restaurants are not, and no entry for outside villages to this village were also in the news early. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ന്യൂസിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വിമൻ, അതായത് സ്ത്രീജനങ്ങൾ പൊതുനിരത്തിലോട്ടോ റെസ്റ്റോറൻറ്റ്സിലോട്ടോ അങ്ങനെയുള്ള ഔട്ട്സൈഡ് വേൾഡിലോട്ടുള്ള അവരുടെ ആ ഒരു എൻട്രൻസും കൂടെയാണ് പൂർണ്ണമായിട്ടും നിരോധിച്ചിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യം മനസ്സിലാകാം. കാസ്റ്റിന്റെ കാര്യത്തിലുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ മാത്രമല്ല, ജെൻഡറിന്റെ കാര്യത്തിലുള്ള ഡിസ്ക്രിമിനേഷനും അവിടെ പ്രിവെയിൽ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ. അതായത് ജാതിയുടെ ഒരു കാര്യത്തിൽ മാത്രമല്ല, അതായത് സ്ത്രീ അല്ലെ പുരുഷൻ, ആ ഒരു തരംതിരിവും ആ ഒരു സ്ഥലത്തെ ആൾക്കാർ ഇങ്ങനെ അത് തിരിച്ചു തന്നെ കണ്ടിരുന്നു. What are the different types of discriminations mentioned in the news given above? അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അവിടെ എന്തൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, അതായത് വേർതിരിവുകളാണ് അവരവിടെ കണ്ടിരുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, അതായത് ജാതിയുടെ പേരിലുള്ള തരംതിരിവുകൾ, അവിടെ മനുഷ്യരെ മാറ്റി നിർത്തിയിരുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. പിന്നെ ജെൻഡർ ഇനീക്വാലിറ്റി, അതായത് സ്ത്രീകൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു വോൾ അവർ കീപ്പ് ചെയ്തിരുന്നത് സ്ത്രീജനങ്ങൾ പബ്ലിക് പ്ലേസിലോട്ടോ, അതായത് മറ്റ് സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അവരുടെ ഏരിയയിലേക്കോ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത്, അതായത് ഇപ്പം നമ്മൾ അതുപോലെ തന്നെ അവിടെ മൂന്നാമത് വേറൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നു, വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർക്ക് ആ ഒരു ഏരിയയിലോട്ട് എൻട്രി ഇല്ലായിരുന്നു എന്നുള്ളത്. വേറെ ഏതോ ഒരു സ്ഥലത്ത് ജനിച്ചു എന്നുള്ളൊരു കുറ്റം കൊണ്ട് ആ മധ്യമപുരം എന്ന് പറയുന്ന വില്ലേജിലേക്ക് കടക്കാൻ പാടില്ല. അതൊക്കെ എന്തോ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്തുള്ള മനുഷ്യർ, അതായത് എല്ലാവരും മനുഷ്യരാണ് എങ്കിൽ പോലും അതിനിടയിൽ തന്നെ വിവിധ തരംതിരിവുകളും പല ക്ലാസ്സസും കൊണ്ടുവരുന്നത് എത്രയോ ഭയങ്കര സോറോഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. Our society is one which is having various inequalities and discriminations of different types. അത് നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റി തന്നെ പല പല വസ്തുതകൾ വെച്ചുകൊണ്ട് മനുഷ്യരെ വേർതിരിച്ചാണ് നിർത്തിയിരിക്കുന്നതെന്ന്. റൈറ്റ് ടു ഇക്വാലിറ്റി സ്റ്റാൻഡ്സ് ഫോർ അബോളിഷിംഗ് 3 types of social inequalities and to ensure equality. അതായത് ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു തത്വം തന്നെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്, അതായത് സാമൂഹിക തരത്തിലും എല്ലാം ഉള്ള ഈ ഇൻഇക്വാലിറ്റീസ്, ഈ അസമത്വങ്ങളെ ഇല്ലാതാക്കി എല്ലാവരെയും ഒരുപോലെ കാണുക എന്നുള്ള ആ ഒരു ചിന്ത മനുഷ്യരിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളതാണ് ഈ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ, അവിടെ തൊട്ട് സൈഡിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇക്വാലിറ്റി ബിഫോർ ലോ മീൻസ് ദാറ്റ് ഓൾ ആർ ഈക്വൽ ബിഫോർ ദി ലീഗൽ സിസ്റ്റം. അതായത് നിയമത്തിന്റെ കണ്ണുകൾ കൂടെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. Whatever be the official position and powers, one should not be above the law. അതായത് ഇപ്പോൾ ഒരാളുടെ പദവി, സമൂഹത്തിൽ എത്ര വലിയ പദവിയിലുള്ള ആളാണെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും അയാൾ ഏത് പൊസിഷനിൽ അല്ലെങ്കിൽ ഏത് റാങ്കിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്.
ദി ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദി റൈറ്റ് ടു ഇക്വാലിറ്റി ആർ ഗിവൺ ബിലോ. അതായത് സമത്വത്തിന് വേണ്ടിയിട്ടുള്ള കുറേ ഐഡിയാസ്, അത് ഏതെല്ലാം കാര്യങ്ങളിലാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻഷ്യൂർ ഇക്വാലിറ്റി ബിഫോർ ലോ, ഫസ്റ്റ് പോയിന്റ് ആണ് എൻഷ്യൂർ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ള ഒരു ഐഡിയ. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അതായത് ഈ ഡിസ്ക്രിമിനേഷൻ, മനുഷ്യരെ തമ്മിൽ തരംതിരിച്ച് വേർതിരിച്ച് കാണുന്ന ആ ഒരു ചിന്താഗതി ഇല്ലാതാകണം. കാസ്റ്റ്, അതായത് നമ്മുടെ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ റേസ്, സെക്സ്, സൊസൈറ്റി അല്ലെങ്കിൽ ജെൻഡർ, ഇതിൻ്റെയൊക്കെ പേരിൽ നമ്മളെ സൊസൈറ്റിയിൽ വേർതിരിച്ച് നിർത്തുന്ന ആ ഒരു കാഴ്ചപ്പാട് തന്നെ ഇല്ലാതാവണം. എൻഷ്യൂർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, അതായത് സർക്കാർ ജോലികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എല്ലാവർക്കും സമത്വമായിട്ടുള്ള ഈ സമമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണം. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഇപ്പോൾ ലോവർ കാസ്റ്റിലുള്ള ആളാണ്, അവരെ തൊട്ടാൽ നമ്മൾ അശുദ്ധമാകും, നമ്മൾ ഹയർ കാസ്റ്റാണ്, അങ്ങനെയുള്ള ചിന്താഗതികൾ അതെല്ലാം പാടെ ഉപേക്ഷിക്കേണ്ട കാലം പണ്ടേ അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടാതാക്കുക എന്നുള്ളതാണ് ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഹെഡിനകത്ത് വരുന്നത്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അതായത് ഒരു പർട്ടിക്കുലർ പദവിയിലിരിക്കുന്ന ഒരാളാണ്, ആ ഒരു കാരണം കൊണ്ട് അയാൾക്ക് എന്തുവാകാം, അങ്ങനെയുള്ള ഒരു ഫ്രീഡം ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്. അപ്പോൾ ജാതി, മതം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും പേരിൽ ആരെയും തരംതിരിച്ച് നിർത്താൻ പാടില്ല, അൺടച്ചബിലിറ്റി പാടില്ല. ഇതൊക്കെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റിക്കകത്ത് അഷ്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പം ആ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം, പഠിക്കണം. ഒന്നോടെ നമുക്ക് നോക്കാം. എൻഷ്യൂർ ഇക്വാലിറ്റി ബിഫോർ ലോ, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. എൻഷ്യൂർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഈ പോയിന്റ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. ജസ്റ്റ് ഇപ്പുറത്തായിട്ട് ഒരു ബോക്സിൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നുള്ള ഹെഡോടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. During the British regime, the Indian bureaucrats who had to protect the interest of British were given titles and positions. The Indian national movement opposed the misuse of such positions for the protection of colonial interest. Indian constitution abolished such titles since they caused inequality. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിന്, അതായത് അവരുടെ ആ ഒരു ഭരണത്തെയും അവർക്ക് നമ്മുടെ നാടിനെ ഒറ്റ കൊടുക്കുന്ന കുറച്ച് പദവിയിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഈ ബ്രിട്ടീഷുകാർ ഒരു പദവിയും അവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം നൽകി പോന്നിരുന്നു. ആ ഒരു പദവിയിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആ ഒരു താല്പര്യത്തിനെല്ലാം വഴങ്ങിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ ലെവലിലൊക്കെ ഓരോരുത്തർക്കുള്ള ടൈറ്റിൽസ് ഒക്കെ കൊടുക്കുന്ന അങ്ങനെയുള്ളതൊക്കെ പാടെ ഉപേക്ഷിക്കണം, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണമെന്നാണ് ഈ റൈറ്റ് ടു ഇക്വാലിറ്റിക്കകത്ത് പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത റൈറ്റിലോട്ട് പോകാം. റൈറ്റ് ടു ഫ്രീഡം, അഭിപ്രായ സ്വാതന്ത്ര്യം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും, പ്രത്യേകിച്ച് നമ്മുടെ നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണ്. അതായത് നിങ്ങൾക്ക് ഒരു കാര്യത്തെപ്പറ്റി, ഒരു പർട്ടിക്കുലർ മാറ്ററിനെ പറ്റി നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം. അതായത് നിങ്ങളുടെ ആ ഉള്ളിലെ ചിന്താഗതി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളതിന് കൂടുതൽ വെമ്പൽ കൊള്ളുന്ന ഒരു പ്രായമാണിത്. അപ്പം നമുക്ക് നോക്കാം റൈറ്റ് ടു ഫ്രീഡം എന്താണ്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്താണെന്നുണ്ട്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 75% നമ്മുടെ അങ്ങനെയുള്ള താല്പര്യങ്ങളും ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്താണെന്ന് നോക്കാം. ദി പിക്ചർ ഓഫ് ഡോക്ടർ B.R. അംബേദ്കർ, ദി ആർക്കിടെക്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അഡ്രസ്സിംഗ് ദി പബ്ലിക് ആൻഡ് ദി പീസ്ഫുൾ ഗ്യാതറിംഗ് ടു ലിസൺ ദി സ്പീച്ച് ഈസ് ഗിവൺ. അപ്പോൾ ഇവിടെ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ B.R. അംബേദ്കർ, നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ B.R. അംബേദ്കർ പൊതുജനങ്ങളോട് സംസാരിക്കുന്നതും ആ സംസാരം കേൾക്കാൻ വേണ്ടി വളരെ ഈഗർനെസ്സോടെ, അതായത് വളരെ ആകാംക്ഷയോടെ സമാധാനപരമായി അവിടെ കൂടിയിരിക്കുന്ന ഒരു കുറേ ആൾക്കാർ, ഒരു ജനക്കൂട്ടത്തെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. These two are related to certain freedoms guaranteed by the Indian Constitution. Which are they? ഇത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് നേടിത്തന്ന ഒരു നിലനിൽപ്പിന് ഒരു ആധാരമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പം നമുക്കതിനെ കൂടുതലായിട്ട് നോക്കാം. പോയിന്റ്സ് നോക്കിക്കോ. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ,
ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിതൗട്ട് ആംസ്. അപ്പോൾ നമ്മൾ കണ്ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി, അതായത് ഒരു വസ്തുതയെപ്പറ്റി നമുക്ക് അഭിപ്രായം പറയാനും നമുക്ക് അതിനുള്ള നമ്മുടെ റിയാക്ഷൻ എന്തോ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, അത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള അല്ലേ. കാരണം നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളെ അടിച്ചമർത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട് ഒരു ഇൻഡിവിജ്വൽ, ആ ഒരു പേഴ്സണാലിറ്റി. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ ഇത് ഇങ്ങനെയല്ല, ഇത് തെറ്റാണ്, ഇതാണ് ശരി എന്ന് നമുക്ക് അറിയിക്കണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള റൈറ്റ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിതൗട്ട് ആംസ്, അതായത് കുറച്ച് ആൾക്കാർ ഒരു പർട്ടിക്കുലർ ഐഡിയയോടുകൂടി ഒരിടത്ത് കൂടാനും, അതായത് ഒരിടത്ത് സമ്മേളിക്കാനും അവിടെ സമാധാനപരമായിട്ട് ആംസ്, അതായത് ആയുധങ്ങളുടെ ഒന്നും സഹായമില്ലാതെ സമാധാനപരമായിട്ട് പീപ്പിൾ വിത്ത് സെയിം ഇൻട്രസ്റ്റ് ക്യാൻ ഗ്യാദർ എനിവെയർ എന്നുള്ളൊരു റൈറ്റാണ് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിതൗട്ട് ആംസ് എന്ന് പറയുന്നത്. ബിസൈഡ്സ് ദിസ് ടു റൈറ്റ്സ്, ദ ഫോളോയിങ് റൈറ്റ്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ റൈറ്റ് ടു ഫ്രീഡം. അപ്പോൾ ഈ റൈറ്റ് ടു ഫ്രീഡം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വേറെ കുറച്ച് പോയിന്റ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു റൈറ്റ് ടു ഇക്വാലിറ്റിക്കകത്ത് കുറച്ച് പോയിന്റ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പീപ്പിൾ വിത്ത് സെയിം ഇൻട്രസ്റ്റ് ക്യാൻ ഗ്യാദർ എനിവെയർ പീസ്ഫുള്ളി വിതൗട്ട് ആംസ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരേ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂട്ടം കൂടാനുള്ള ആ ഒരു അവകാശം നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ, നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ വേണേലും സഞ്ചരിക്കാം എന്നുള്ള ഒരു അവകാശം നമുക്ക് നേടിത്തന്നിട്ടുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു റിസൈഡ് എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് താമസിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്, അതായത് ട്രേഡ് ഓർ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യമോടെ ഓർക്കണം, നീതിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലാതെ നമ്മളൊരു നിയമത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അത് റൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ, ഏത് ജോലി വേണമെങ്കിലും ഏത് വ്യാപാരത്തിലൊക്കെ നമുക്ക് എൻഗേജ്ഡ് ആവാനുള്ള റൈറ്റ് തന്നിട്ടുണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് നമ്മുടെ ജീവനും നമ്മളുടെ സ്വത്തുവകകൾ അങ്ങനെയുള്ള വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. റൈറ്റ് ടു ഫ്രീഡം ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6 to 14 ഇയേഴ്സിനിടയിലുള്ള അതായത് കുട്ടികളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അനിയന്ത്രിതമായ, അതായത് നമ്മളൊരു കാര്യത്തിന് മേലോ, അതായത് ഒരു പർട്ടിക്കുലർ കോസ് ഇല്ലാതെ വെറുതെ നമ്മളെ ജയിലിൽ അടയ്ക്കുകയോ നമ്മളെ അറസ്റ്റ് ചെയ്യുകയോ അതൊന്നും പാടില്ല. അതിൻ്റെ വ്യക്തമായ കാര്യം എന്തോ അത് നമ്മളെ അറിയിച്ചതിന് ശേഷം മാത്രമേ ഒരു നിയമ നടപടി നമുക്ക് നേരെ ഉന്നയിക്കാവുള്ളൂ എന്നാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. Right to freedom is very important in the democratic state. The above mentioned fundamental right helped in empowering democratic culture in India. At the same time, all these are subject to restrictions. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം. ഇതെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ തന്നെ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. കാരണം എന്താ, നമ്മൾ പറയാറില്ലേ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്താണ്. അതുപോലെ ഇപ്പം നമുക്ക് ഓവറായിട്ട് ഫ്രീഡം തന്ന് നമ്മൾ മറ്റൊരാളുടെ ലൈഫിലോട്ട് അവരുടെ ഒരു പ്രൈവസിയിലോട്ട് കയറി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ് നമുക്കുള്ള റൈറ്റ്സും ഫ്രീഡവും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലേ. അത് ആ ഒരു ഇതാ പറഞ്ഞിരിക്കുന്നത്, കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നുകൊണ്ടിട്ടാണ് ഇത്തരം ഫ്രീഡങ്ങളൊക്കെ നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. They cannot be enjoyed in such a way to cause threat to the unity and peaceful atmosphere of the country. അതായത് ഈ സ്വാതന്ത്ര്യം എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്, അതിനെല്ലാം ഒരു റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഇത്രേ ഉള്ളൂ, നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ ദുർവിനിയോഗം ചെയ്യാതിരിക്കുക, അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ റൈറ്റ് ടു ഫ്രീഡം കണ്ടു. റൈറ്റ് ടു ഫ്രീഡത്തിന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആദ്യം തന്നെ കണ്ട എന്താ, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാന്ന് കണ്ട BR അംബേദ്കർ സാറാന്ന് കണ്ടു. റൈറ്റ് ടു ഫ്രീഡം എന്നുള്ള പോയിന്റിൽ നമ്മൾ കണ്ട എന്തൊക്കെയാ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ടെന്ന് കണ്ടു. ഫ്രീഡം ടു ഗ്യാദർ പീസ്ഫുള്ളി വിതൗട്ട് ആംസ് കണ്ടു. പിന്നെ വേറെ കുറച്ച് പോയിന്റ്സ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. നോക്കിക്കേ, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ, ഫ്രീഡം ടു റിസൈഡ് എനിവെയർ in India, freedom to carry on any occupation, trade or business, right to life and personal liberty, right to freedom and compulsory education to all children under the age of 6 to 14 years, protection from arbitrary arrest and detention.
അപ്പോൾ നമ്മൾ കണ്ടു റൈറ്റ് ടു ഫ്രീഡം, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്താ നമ്മൾ കണ്ടു, നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ കണ്ട 2 കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? റൈറ്റ് ടു ഇക്വാളിറ്റിയും കണ്ടു, റൈറ്റ് ടു ഫ്രീഡവും കണ്ടു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സബ് പോയിന്റ്സ് തന്നിട്ടുണ്ട്, നിർബന്ധമായിട്ടും നിങ്ങളത് പഠിക്കണം. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കുക, പോയിന്റ്സ് ഒക്കെ നോട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 2 സെക്ഷൻ നമ്മളിന്ന് നോക്കിക്കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്